ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് വീഡിയോ ആയിട്ടാണ്. ട്രാക്ഷൻ എഐയുടെ ടെസ്റ്റ്നെറ്റ് വെർഷൻ 0.1 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ട്രാക്ഷൻ എഐ എന്ന് പറയുന്നത് എഐ ഡേറ്റ ജനറേഷനെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് പ്ലേസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. അതുപോലെ തന്നെ ഇവർ ഓൾറെഡി 6 മില്യൺ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ആൻഡ് സിംബോളിക് ക്യാപിറ്റൽ, മാസ്ക്, ബിൽഡ് ഇവരൊക്കെയാണ് ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡോക്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർ ചെക്ക് ചെയ്യുക. ഒട്ടും താമസിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സെബോളിയ എതേറിയ ആവശ്യമാണ്. അപ്പോൾ സെബോളിയ എതേറിയ ഇല്ലാത്തവര് അതിന്റെ ഫോസറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവര് ക്ലെയിം ചെയ്യുക. അപ്പോൾ സെബോളിയ എതേറിയ ക്ലെയിം ചെയ്തതിന് ശേഷം മാത്രം ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ അവിടെ കണക്ട് വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കണക്ട് വാലറ്റ് കൊടുക്കുക. ആസ് യൂഷ്വൽ മെറ്റാമാസ്ക് യൂസ് ചെയ്ത് വാലറ്റ് കണക്ട് ചെയ്യുക. ദെൻ സൈൻ ഇൻ മെസ്സേജ് കൊടുത്തിട്ട് സിഗ്നേച്ചർ വെരിഫൈ ചെയ്യുക. അപ്പൊ ഇവിടെ ജോയിൻ സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു AI ഏജന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. AI ഏജന്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ടാസ്കുകളൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് ഇവിടെ ഏജന്റ് ക്രിയേറ്റ് ചെയ്യാം. ഏജന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നെയിം കൊടുക്കുക. ദെൻ ഇവിടെ ബാലൻസ് ആണ്. സ്റ്റാർട്ടിംഗ് ബാലൻസ് എത്ര എന്നുള്ളതാണ്. അത് 0.01 തന്നെ കിടക്കട്ടെ, കുഴപ്പമില്ല. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഒരു കോഡ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് ജനറേറ്റ് വിത്ത് AI എന്നുള്ളൊരു ഓപ്ഷൻ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് കാണാം. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും AI തന്നെ ഒരു കോഡ് ജനറേറ്റ് ചെയ്തോളും. താഴേക്ക് വരുമ്പോഴത്തേക്ക് ക്രിയേറ്റ് ഏജന്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ക്രിയേറ്റ് ഏജന്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ജനറേറ്റ് ചെയ്ത AIക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ബാറ്റേഴ്സും കാര്യങ്ങളും അതേപോലെ തന്നെ പോയിന്റ്സ് ഒക്കെ കിട്ടുക. അപ്പോൾ നിങ്ങൾ AI ഏജന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ബാറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ AI ഏജന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു വിൻഡോയിലേക്കായിരിക്കും നിങ്ങൾ പോവുക. അപ്പൊ ഇവിടെ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് AI ഏജന്റ് ഏതാന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഏജന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിന്റെ നെയിം കൊടുക്കുക, അതേപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഏജന്റ് നെയിം കൊടുക്കുക. അതേപോലെ തന്നെ എത്ര എമൗണ്ടിനാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് എമൗണ്ടും കൂടെ സെലക്ട് ചെയ്യുക. ദെൻ കൺഫേം സെലക്ഷൻ കൊടുക്കുക. അപ്പൊ ഇവിടെ മാച്ച് മേക്കിംഗ് വരും. അപ്പൊ 5 യൂസേഴ്സിന്റെ ആയിരിക്കും ഒരു മാച്ച് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളവർക്ക് എല്ലാരും കൂടെ വെച്ച ബെറ്റിന്റെ ഒരു തുക കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഇങ്ങനെ 3 പ്രൈസുകളാണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ബാറ്റിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 3 റൗണ്ടാണുള്ളത്. 3 റൗണ്ടിനനുസരിച്ചാണ് നമുക്ക് റിവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ AI ജനറേറ്റ് ചെയ്ത കോഡിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് ഇവിടെ വരിക. നിങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 3 റൗണ്ടും ഓട്ടോമാറ്റിക്കലി തന്നെ ആയിക്കോളും. അതിനകത്ത് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഒരു 3 റൗണ്ടിന് ശേഷം ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് വരിക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവർക്കാണ് ഫസ്റ്റ് പ്രൈസ്. ആൻഡ് അതുപോലെ അതിന്റെ തൊട്ട് താഴെ വരുന്ന ആൾക്ക് സെക്കൻഡ് പ്രൈസ്, അതിന്റെ തൊട്ട് താഴെ വരുന്ന ആൾക്ക് തേർഡ് പ്രൈസ്. ഇങ്ങനെയായിരിക്കും പ്രൈസ് വരിക. അപ്പൊ ഇവിടെ എനിക്ക് തേർഡ് പ്ലേസിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തേർഡ് പ്രൈസ് ആയിരിക്കും കിട്ടുക. അതിന്റെ ഒരു റിവാർഡ് എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ക്രിയേറ്റ് ന്യൂ ഏജന്റ് കൊടുക്കുക. പുതിയൊരു ഏജന്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ റിവാർഡ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. എൻ്റെ റാങ്ക് കുറവായതുകൊണ്ട് ക്രിയേറ്റ് ആൻ ഏജന്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നേരത്തെ പോലെ തന്നെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര്, ഏജന്റിന് ഒരു പേര് കൊടുക്കണം. അതേപോലെ തന്നെ ജനറേറ്റ് AI കൊടുത്തോണ്ട് ജനറേറ്റ് AI കൊടുക്കണം. ഇതെല്ലാം കൊടുത്തോണ്ട് നിങ്ങൾ നേരത്തെ പോലെ തന്നെ സെയിം അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഏജന്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾ ബാറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു മാച്ച് അവസാനിക്കുമ്പോൾ എന്റെ പ്രൈസ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രൈസ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു റിവാർഡ് എനിക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ബാറ്റിൽ ചെയ്യാവോ അത്രത്തോളം ബാറ്റിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അതിനനുസരിച്ച് പോയിന്റ്സും ലഭിക്കുന്നതായിരിക്കും. ഒപ്പം നിങ്ങളുടെ ഏജന്റ് ലെവലും കൂടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഏജന്റ് ലെവൽ കൂട്ടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ലെവൽ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഫ്രാക്റ്റൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രാക്റ്റൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫ്രാക്റ്റലാണ് നിങ്ങൾ കൂട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു ഫ്രാക്റ്റൽ ആയിരിക്കും നിങ്ങൾക്ക് അവസാനം എയർ ഡ്രോപ്പ് ആയിട്ടൊക്കെ ലഭിക്കുക. സോ നിങ്ങൾ പരമാവധി ഫ്രാക്റ്റൽ കൂട്ടാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ ബാറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് ആണ്. പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഏജന്റ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ ബാറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക.
ബാക്കിയെല്ലാം തന്നെ ആയിക്കോളും, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ തന്നെ. ബൈ ഗൈസ്.